തിരുവനന്തപുരത്തെ കവടിയാർ ഭൂമി തട്ടിപ്പ് കേസിൽ ഡിസിസി അംഗം അനന്തപുരി മണികണ്ഠൻ പിടിയിൽ. ബംഗളൂരുവിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് മ്യൂസിയം പോലീസ് ഇയാളെ പിടികൂടിയത്. വൈകിട്ടോടെ മണികണ്ഠനെ സ്റ്റേഷനിലെത്തിക്കും. 10 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടിയെന്നാണ് കേസ്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഇനി ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് പോലീസ് പങ്കുവയ്ക്കുന്നത്? മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇനി എത്ര പേരാണ് ഈ കേസിൽ അറസ്റ്റിലാകാനുള്ളത്? ജീന, തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച വലിയൊരു ഭൂമി തട്ടിപ്പാണ് കവടിയാറിൽ നടന്നത്. കവടിയാറിലെ ജവഹർ നഗറിൽ 14 സെന്റ് സ്ഥലവും 10 മുറികളുള്ള ഒരു കെട്ടിടവും വ്യാജ പ്രമാണമുണ്ടാക്കി അത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡിസിസി അംഗം അനന്തപുരി മണികണ്ഠനെ മ്യൂസിയം പോലീസ് ബംഗളൂരുവിൽ വെച്ച് ഇന്നിപ്പോൾ ഒരു ഹോട്ടലിൽ വെച്ച് പുലർച്ചയോടുകൂടി അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് ഇപ്പോൾ മണികണ്ഠനുമായിട്ട് മ്യൂസിയം പോലീസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടിയായിരിക്കും അനന്തപുരി മണികണ്ഠനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക. ജവഹർ നഗറിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇതുവരെ 4 പേരുടെ അറസ്റ്റ് മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിനി 27 വയസ്സുള്ള മെറിൻ ജേക്കബ്, വസന്ത, അതുപോലെ തന്നെ ചന്ദ്രസേനൻ, നേരത്തെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ പറയുന്ന അനന്തപുരി മണികണ്ഠന്റെ സഹോദരൻ മഹേഷ്, ഈ പറയുന്ന 4 പേരുടെ അറസ്റ്റ് നേരത്തെ മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അനന്തപുരി മണികണ്ഠനെ കൂടി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അനന്തപുരി മണികണ്ഠൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മണികണ്ഠന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനന്തപുരി മണികണ്ഠൻ പിടിയിലായതോടുകൂടി ജവഹർ നഗറിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. വ്യാജ പ്രമാണമുണ്ടാക്കി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു വനിതയുടെ ഭൂമിയും പുരയിടവും കെട്ടിടവുമാണ് ജവഹർ നഗറിലുള്ളത്. അവിടെ ഈ പറയുന്ന ഭൂമി വ്യാജ പ്രമാണമുണ്ടാക്കി മെറിൻ ജേക്കബ്, അതായത് അമേരിക്കയിലുള്ള ഒരു സ്ത്രീയുടെ മുഖസാദൃശ്യമുള്ള വസന്ത എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ട് ഇഷ്ടദാനം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെറിന് വേണ്ടി വ്യാജ പ്രമാണമുണ്ടാക്കി അത് മറ്റൊരാൾക്ക്, ചന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരാൾക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ മുന്നാധാരവും ഇത് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള മറ്റ് പ്രമാണങ്ങളും ആധാറും അടക്കമുള്ള വ്യാജ രേഖകൾ ചമച്ചത് മണികണ്ഠന്റെ അറിവോടുകൂടിയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയുമായിരുന്നു. ഇതിനിടയിൽ ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും പോലീസ് പറയുന്നത് ഏതാണ്ട് 10 കോടി രൂപയിലധികം വിലമതിക്കുന്ന പുരയിടവും കെട്ടിടവുമാണ്. അതാണ് വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയത്. ആ വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ പിടിയിലായിട്ടുള്ള അനന്തപുരി മണികണ്ഠനാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അനന്തപുരി മണികണ്ഠനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ മണികണ്ഠന്റെ അറസ്റ്റോടുകൂടി പോലീസിന് വ്യക്തമാകുന്ന കാര്യങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രസേനൻ, ഈ ഭൂമി വാങ്ങിയ ചന്ദ്രസേനൻ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതേസമയം ചന്ദ്രസേനൻ പറയുന്നത് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ചന്ദ്രസേനൻ പറയുന്നുണ്ട്. എന്തായാലും അനന്തപുരി മണികണ്ഠൻ പിടിയിലായതോടുകൂടി ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ജീന, ശരി ഷിജോ, ഏതായാലും കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി കേസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.